നമസ്കാരം പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒരു സഹായ അഭ്യർത്ഥനയുമായി ഞാൻ രംഗത്ത് വരികയാണ്. വല്ലപ്പോഴും മാത്രമാണ് ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് ഇപ്പോൾ എന്താണ് പശ്ചാത്തലം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. PV അൻവറുടെ ആക്രമണമോ പിണറായി വിജയൻ്റെ പകയോ ഒന്നുമല്ല. നേരെ മറിച്ച് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെ ദുരിതബാധിതരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ UK പോകുന്നതിന് മുൻപ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഉരുൾപൊട്ടിയ ഈ ഭൂമിയിലൂടെ ഞാൻ ഒരുപാട് സഞ്ചരിച്ചു. അവിടുത്തെ ദുരിതത്തിൻ്റെയും വ്യാപ്തി കൃത്യമായി തിരിച്ചറിഞ്ഞു. ദുരന്ത ബാധിതരായ മനുഷ്യരിൽ ചിലരെയൊക്കെ കണ്ട്, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ചിലരെയൊക്കെ കണ്ട്, പഞ്ചായത്ത് അധികാരികളെയൊക്കെ കണ്ട് ഞാൻ വിശദമായി സംസാരിച്ചിരുന്നു. ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കി എന്നതല്ല, ദുരന്തത്തിന് ശേഷം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന വേദനാജനകമായ സാഹചര്യമാണ് എൻ്റെ ഉറക്കം കെടുത്തുന്നത്. എൻ്റെ സന്ദർശനത്തിൽ എനിക്ക് സാധിക്കാതെ പോയ ഒന്ന്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്നത് മാത്രമായിരുന്നു. ദുരിതമനുഭവിച്ച മനുഷ്യർ അവരുടെ വേദനകളുമായി കഴിയുന്നത് അന്ന് മേപ്പാടിയിലെ സ്കൂളിലായിരുന്നു. പക്ഷെ അധികാരികൾ അങ്ങോട്ട് കയറ്റിവിട്ടില്ല. അവരുടെ ഇപ്പോഴത്തെ ആവശ്യമെന്നത് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ എനിക്ക് സാധിച്ചുമില്ല. ഞാൻ മേപ്പാടിയിൽ നിന്നും മടങ്ങി ആ വാർത്തകൾ മറുനാടൻ സീരിയലൈസ് ചെയ്യാൻ തുടങ്ങിയതോടെ അനേകം പേരാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും ഞങ്ങളെ ബന്ധപ്പെടുന്നത്. അവർ പറയുന്നു അവരുടെ ഇപ്പോഴത്തെ വേദന ദയവായി ജനങ്ങളെ അറിയിക്കണം, എന്തെങ്കിലും ചെയ്യണമെന്ന്. പത്രവാർത്തകളിലൂടെ എല്ലാവരും കരുതിയിരിക്കുന്നത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ദുരിതത്തിൽ ബാധിച്ചവർക്ക് ഇനി മില്യണർമാരായി സുഖമായി ജീവിക്കാം. അത്രയേറെ സഹായങ്ങളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ എത്തിച്ചത്. സർക്കാർ മാത്രം ഏതാണ്ട് 250 കോടി രൂപ അവർക്ക് വേണ്ടി പിരിച്ചു. വീട് വയ്ക്കാൻ വേണ്ടി ചാടിയിറങ്ങിയ വ്യവസായികളും സന്നദ്ധ സംഘടനകളെ മുട്ടികിട്ട് അവർക്ക് നടക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് മറ്റെല്ലായിടത്തെക്കാട്ടിലും സുഖകരമായ ജീവിതമാണ് ഇനി അവർക്ക് എന്നാണ് പൊതുസമൂഹം കരുതുന്നത്. ചാനലുകളും പത്രങ്ങളുമൊക്കെ അവിടെ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ ദുരിതബാധിതരുടെ അവസ്ഥ അതീവ ദയനീയമാണ്. സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന 250 കോടി അവർ ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കും എന്ന് പറയുന്നതല്ലാതെ 10,000 രൂപ വീതമാണ് 691 ദുരിതബാധിതർക്ക് ഇതുവരെ കൈമാറിയത്. മുസ്ലിം ലീഗ് 15,000 രൂപ വീതവും കൈമാറി. അങ്ങനെ ദുരിതബാധിതർക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് കേവലം 25,000 രൂപ വീതം മാത്രമാണ്. ദുരന്തത്തിന്റെ ആദ്യ ആഴ്ചകളിൽ എത്തിയിരുന്ന ഭക്ഷണ കിറ്റുകൾ പോലും നിലച്ചുപോയി. എന്ന് വെച്ചാൽ ഭക്ഷണം കിട്ടാൻ പോലും കഴിയാതെ വിഷമിക്കുകയാണ് പാവപ്പെട്ട മനുഷ്യർ. അവർക്ക് കിട്ടിയ 15,000 രൂപ എടുക്കാൻ ചില നിബന്ധനകളുണ്ട്. ഇനി അവരുടെ ജീവിതം ഒന്ന് തുടങ്ങി വയ്ക്കാൻ ഈ 15,000 രൂപ തികയുകയില്ല എന്നതാണ് വാസ്തവം. സർക്കാർ വാടക വീടെടുത്ത് പലയിടങ്ങളിലായി പലരെയും മാറ്റിയിട്ടുണ്ട്. 6,000 രൂപയാണ് കൊടുക്കുന്നത്. ബാക്കി പണം അവർ തന്നെ കണ്ടെത്തേണ്ട ഗതികേടിലാണ്. ചുരുക്കി പറഞ്ഞാൽ അതിദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ തന്നെ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും മനുഷ്യർ. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട അജയ് എന്ന ചൂരൽമലക്കാരൻ, അയാളുമായി നിരന്തരം ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അജയ് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന, അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫറാണ്. ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും പുഞ്ചിരിമട്ടത്തിൻ്റെയും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തി ലോകത്തെ കാണിച്ച ആളാണ് അജയ്. അജയ് എന്നോട് പറഞ്ഞു, ദുരിതബാധിതർ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലാണെന്ന്, അവരെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. ദീർഘകാലമായി അവരെ സംരക്ഷിക്കാനുള്ള പദ്ധതികളൊക്കെ സർക്കാർ ഒരുക്കുമ്പോൾ അതിലേക്ക് ഇടപെടേണ്ട എന്ന നിലപാടാണ് എനിക്ക്. വീട് വയ്ക്കുന്നതടക്കം ഉചിതമായ നടപടികളൊക്കെ സർക്കാരും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയക്കാരും മുതലാളിമാരും ഒക്കെ ചെയ്യട്ടെ. പക്ഷെ അവർക്കാർക്കും എത്തപ്പെടാൻ കഴിയാത്ത ചില മനുഷ്യരുണ്ട്. അവരിൽ ചിലരെ അജയുടെ സഹായത്തോടെ ഞങ്ങൾ കണ്ടെത്തി. അത് അപ്പനും അമ്മയും മരിച്ചുപോയി അനാഥരായി തീർന്ന മക്കളാണ്. വെള്ളപ്പൊക്കം അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ജീവൻ എടുത്തിട്ട് അവശേഷിച്ച ചിലരുണ്ട്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ അപ്പനോ അമ്മയോ ഇല്ലാതിരുന്നിട്ട് അവശേഷിച്ചിരുന്ന അപ്പനെയോ അമ്മയോ എടുത്ത ജീവിതങ്ങളുണ്ട്. അത്തരം മനുഷ്യരുടെ അവസ്ഥ അതിദയനീയമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം അപ്പനും അമ്മയും ഉള്ളപ്പോൾ അവരുടെ വില നമ്മളാരും അറിയില്ല. അപ്പനും അമ്മയും ഇല്ലാതാകുമ്പോൾ മാത്രമേ അവർ നമുക്ക് നൽകുന്ന സ്നേഹം, കരുതൽ, പിന്തുണ നമ്മൾ തിരിച്ചറിയൂ.
അത് കേവലം 18 വയസ്സ് വരെയുള്ള പിന്തുണ മാത്രമല്ല, അതിനുശേഷവും ഏറ്റവും വലിയ അടിത്തൂണായി നിൽക്കുന്നത് അപ്പനും അമ്മയുമാണ്. നമ്മൾ തൊഴിൽ തേടിപ്പോയാലും വിവാഹിതരായാലും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും, സാമ്പത്തികമായി തകരുന്ന ഒരു സാഹചര്യമുണ്ടാവും. അപ്പോൾ ഓടിയെത്താൻ കഴിയുന്ന നിസ്വാർത്ഥമായ ഒരേ ഒരു വാതിൽ അത് അപ്പൻ്റെയും അമ്മയുടേതുമാണ്. ആ വാതിൽ അടഞ്ഞുപോയവർക്ക് മാത്രമേ ആ വേദന തിരിച്ചറിയാൻ കഴിയൂ. ലോകത്തെ ഏറ്റവും മൂല്യമേറിയ വികാരമാണ് അപ്പനും അമ്മയും എന്ന് തിരിച്ചറിയണമെങ്കിൽ അവരിൽ ഒരാൾ നഷ്ടപ്പെടണം. ജീവിച്ചിരിക്കുമ്പോൾ മൂല്യം തിരിച്ചറിയാത്ത, ഇല്ലാതാകുമ്പോൾ മാത്രം കണ്ണീരോടെ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടവരെ അജയ് കണ്ടെത്തി ഞങ്ങളോട് എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഏറ്റെടുക്കുകയാണ്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുക്കുന്നു. ആദ്യഘട്ട ഉത്തരവാദിത്തം ഞങ്ങളുടെ തന്നെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഏറ്റെടുക്കുന്നു. ബ്രിട്ടനിലെ മലയാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന 100% സുതാര്യമായ ഒരു പ്രസ്ഥാനമാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ഇതിനോടകം 10 കോടിയിലധികം രൂപ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. 1 രൂപ ഒരാൾ തരുമ്പോൾ അതിൽ നിന്നും 1 പൈസ പോലും ചെലവിന് വേണ്ടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗിഫ്റ്റ് എയ്ഡ് എന്ന നിലയിൽ ബ്രിട്ടീഷ് സർക്കാർ കൊടുക്കുന്ന ടാക്സ് ഇളവ് കൂടി ഇതിനോടൊപ്പം ചേർത്താണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ കൈമാറുന്നത്. ഭീകരപ്രവർത്തനത്തിന് വേണ്ടിയും മതം മാറ്റത്തിന് വേണ്ടിയും വിദേശ ഫണ്ട് ദുരുപയോഗിക്കപ്പെടുന്നത് കൊണ്ട് മോദി സർക്കാർ ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത് കൊണ്ട് നാട്ടിൽ വ്യക്തികൾക്ക് ഇപ്പോൾ സഹായം ചെയ്യാൻ പരിമിതികളുണ്ട്. പണ്ട് ഞങ്ങൾ പലപ്പോഴും പാവപ്പെട്ട മനുഷ്യർക്ക് നേരിട്ട് പണം കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അതിനെ പറ്റിയ സാഹചര്യമല്ല. അതുകൊണ്ട് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ ഔദ്യോഗികമായി അനുമതിയുള്ള, സുതാര്യമായി പ്രവർത്തിക്കുന്ന, തിരുവനന്തപുരം പൂവാറിൽ പ്രവർത്തിക്കുന്ന ശാന്തിഗ്രാം എന്ന പ്രസ്ഥാനത്തിന്റെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഗാന്ധിയനായ പങ്കജാക്ഷൻ നേതൃത്വം കൊടുക്കുന്ന ശാന്തിഗ്രാമിനോട് ചേർന്ന് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടലിൽ അനാഥരായി തീർന്ന മക്കളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. 50 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് മാത്രം ശേഖരിച്ച് ഈ കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറാനാണ് ഞങ്ങളുടെ തീരുമാനം. വാസ്തവത്തിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒന്നായ നഴ്സിംഗ് സ്റ്റുഡൻറ് സ്കോളർഷിപ്പിന്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഇക്കുറി പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. 28 UK മലയാളികൾ അതിന്റെ ഭാഗമായി ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ മാസം 8-ാം തീയതി നോട്ടിംഗ്ഹാമിലെ ലാങ്ങൂർ എയർഫീൽഡിൽ നിന്നും ഏതാണ്ട് 15,000 അടി മുകളിൽ ആകാശത്തിൽ നിന്നും ചാടുകയാണ്. ഈ 28 പേരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് നാട്ടിലെ പാവപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥികളെ സഹായിക്കാൻ എന്ന പേരിലായിരുന്നു. എന്നാൽ ചൂരൽമലയിൽ നിന്നും മടങ്ങി വന്ന ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ ഈ പങ്കെടുക്കുന്നവരോട് പങ്കുവെച്ചപ്പോൾ അവരെല്ലാം ഏക മനസ്സോടെ പറഞ്ഞു, നമുക്കെങ്കിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ പാവപ്പെട്ടവരെ സഹായിക്കാമെന്ന്. ഇക്കുറി നഴ്സിംഗ് സ്കോളർഷിപ്പ് എന്ന ലക്ഷ്യം മാറ്റിവെച്ച് വയനാട്ടിലെ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥരായി തീർന്ന മക്കളെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ നമ്മൾ ഈ ആകാശച്ചാട്ടത്തെ ഉപയോഗിക്കുകയാണ്. ഈ 27 പേർക്കും മോട്ടിവേഷൻ കൊടുക്കാൻ ഞാൻ കൂടി ആകാശത്തു നിന്ന് ചാടാം എന്ന് വാക്കുകൊടുത്തു. അതായത് അടുത്ത തിങ്കളാഴ്ച നോട്ടിംഗ്ഹാമിലെ എയർഫീൽഡിൽ നിന്നും 15,000 അടി ഉയരത്തിലെ ആകാശത്തിൽ നിന്നും ഞാനും നിലത്തേക്ക് ചാടുകയാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ പ്രിയപ്പെട്ട മറുനാടൻ പ്രേക്ഷകർ എന്നെ സഹായിക്കേണ്ടതുണ്ട്. 28 പേരും അവരവരുടേതായ രീതിയിൽ പണം ശേഖരിക്കുന്നു. സുതാര്യമാണ്. എത്ര രൂപ കിട്ടി എന്നെല്ലാവർക്കും അറിയാം. ഈ പണം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷന് കൈമാറുന്നു. അങ്ങനെ കൈമാറുന്ന പണം ശാന്തിഗ്രാമിലൂടെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും പഠനത്തിനും ജീവിതത്തിനുമായി ചെലവഴിക്കുന്നു. ഇതാണ് പദ്ധതി. ഞാൻ വായിക്കുന്ന 28 പേരിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് നേരിട്ടറിയാമെങ്കിൽ അവരെ സഹായിച്ചാലും മതിയാവും. ഞങ്ങളിൽ ആരെ സഹായിച്ചാലും ഈ പണം നേരെ പോകുന്നത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിലേക്കും അവിടെ നിന്ന് പോകുന്നത് ശാന്തിഗ്രാം വഴി അപ്പനും അമ്മയും നഷ്ടപ്പെട്ട മക്കൾക്കുമാണ്. ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന ലിങ്ക് അത് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ബ്രിട്ടനിലെ അക്കൗണ്ടിലേക്ക് പണം കൈമാറി. എൻ്റെ അക്കൗണ്ടിലേക്കല്ല, ചാരിറ്റിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ പണം. അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ആര് കൊടുത്താലും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ കഴിയുന്നത് ബ്രിട്ടനിലുള്ള എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കാണ്. കാരണം അവർക്കത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ സമ്മതമാണെന്ന് ടിക്ക് ഇടണം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ 25% കൂടി സർക്കാർ നികുതി ഇളവായി ഈ സംവിധാനത്തിലേക്ക് കൈമാറും. ബ്രിട്ടനിലെ മലയാളികൾ ദയവായി ഈ പദ്ധതി ഏറ്റെടുക്കണം. ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫണ്ട് ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുടെ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ബ്രിട്ടനിലുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ ആവശ്യപ്പെടണം.
ഈ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറുനാടനോടുള്ള ഇഷ്ടം കൊണ്ട് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള താല്പര്യം കൊണ്ട് എന്തെങ്കിലും ഒരു വിഹിതം 5 പൗണ്ടോ 10 പൗണ്ടോ എത്രയായാലും മതി അത് കൊടുക്കണമെന്നും ഗിഫ്റ്റ് എയ്ഡിന് സമ്മതമാണ് എന്ന് ടിക്ക് ചെയ്യണമെന്നും നിങ്ങൾ ആവശ്യപ്പെടണം. ഒപ്പം തന്നെ രാജ്യത്തിന് പുറത്തുള്ളവരോട് എൻ്റെ അഭ്യർത്ഥന, അത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെയുള്ള മറുനാടൻ പ്രേക്ഷകരോട് എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾക്കും ഈ ബ്രിട്ടീഷ് മലയാളി ലിങ്കിലൂടെ പണം കൈമാറാൻ പറ്റും. ഈ പണം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങളുടെ പേര് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾ കൊടുത്തത് എത്രയാണെന്ന് പറയും. ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാട്ടും. ഈ പണത്തിൽ 1 രൂപ പോലും തിരിമറി നടത്താൻ ഞങ്ങൾക്കാർക്കും കഴിയില്ല എന്ന് തിരിച്ചറിയുക. ദയവായി നിങ്ങൾ ഇക്കാര്യം ചെയ്യണം. ഇനി ഇന്ത്യയിലുള്ളവരും ഇന്ത്യയിലെ അക്കൗണ്ടിൽ നിന്ന് പണം കൈമാറാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അവർക്ക് ബ്രിട്ടനിലെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ ശാന്തിഗ്രാമിൻ്റെ അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളതിൽ മറുനാടൻ ഷാദെന്നോ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന് വല്ലതും റെഫറൻസ് എഴുതി വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിൽ BMCF എന്നോ റെഫറൻസ് എഴുതി വേണം കൊടുക്കാൻ. ഈ പണത്തിന്റെ വിശദാംശങ്ങൾ ശാന്തിഗ്രാം കൈമാറുന്നതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റും പ്രസിദ്ധീകരിക്കുന്നതാണ്. സുതാര്യമായി മാത്രമായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ശാന്തിഗ്രാമിലേക്ക് പണം കൈമാറാനുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുകയാണ്. ദയവായി ഇത് എഴുതി വയ്ക്കുക. ദയവായി ഇതനുസരിച്ച് നിങ്ങൾ കാശ് കൊടുക്കുക. നമുക്ക് ഈ ദൗത്യം ഏറ്റെടുക്കാം. ഏതാണ്ട് 50 ലക്ഷം രൂപയോളം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ശേഖരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. മറുനാടൻ പ്രേക്ഷകരിൽ നിന്നും മറ്റൊരു 50 ലക്ഷം കൂടി ശേഖരിക്കാൻ കഴിഞ്ഞാൽ ഏതാണ്ട് 1 കോടി രൂപയാവും. ഇതിനോടകം ചൂരൽമലക്കാരനായ അജയ് പറഞ്ഞത് 30ഓളം പേർക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നെന്നാണ്. സർക്കാർ അവർക്ക് വീട് വെച്ചു കൊടുക്കട്ടെ, സന്നദ്ധ സംഘടനകൾ അവരെ സഹായിക്കട്ടെ. പക്ഷെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകാൻ, അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഇട്ടുകൊണ്ട് അവരുടെ പഠനവും ജീവിതവും മുമ്പോട്ട് പോകാൻ തടസ്സമാവാതിരിക്കാൻ അവർക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ ഈ പണം ഉപയോഗിക്കുന്നത്. ദയവായി ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബ്രിട്ടനിൽ 4 നേഴ്സിംഗ് ഹോമുകളുള്ള, കവൻട്രിയിലും ദുബായിലും ടിഫിൻ ബോക്സ് എന്ന പേരിൽ റെസ്റ്റോറൻ്റുള്ള ഷൈനു ക്ലെയർ മാത്യൂസ് ഇതിനോടകം ഏതാണ്ട് 10,000 പൗണ്ട് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഷൈനുവും ആകാശചാട്ടത്തിനുണ്ട്. കായൽ എന്ന പേരിൽ UK പല റെസ്റ്റോറൻറ്റുകളും നടത്തുന്ന ജയ്മോനും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആകാശചാട്ടം നടത്തുന്നുണ്ട്. ജയ്മോന്റെ ക്ലാസിക് ബുള്ളറ്റുകളിൽ ഒന്ന് ഈ ലക്ഷ്യത്തിന് വേണ്ടി ലേലത്തിന് വെച്ചിരിക്കുകയാണ്. 15 പൗണ്ട് ടിക്കറ്റ് എടുത്താൽ ആ ലേലത്തിന്റെ ഭാഗമാവാം. ആ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ജയ്മോനെ ബന്ധപ്പെടാം. വയനാട്ടിലെ ദുരിതബാധിതരെ രക്ഷിക്കുന്നതിന് വേണ്ടി ആകാശത്തു നിന്നും എടുത്തു ചാടാൻ മറുനാടൻ ഷാദിൻ എന്ന എളിയവനായി ഞാൻ അടക്കമുള്ള 28 പേർ രംഗത്ത് വരുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൈവിടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ദയവായി നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഭാവന സുതാര്യമായ ഈ സംവിധാനത്തിന് കൈമാറുക.